എല്ലാവർക്കും ഇന്നത്തെ റീഡിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ നിങ്ങളെ മറക്കാൻ ആ പേഴ്സൺ ശ്രമിക്കുന്നുണ്ടോ? ഇനി നിങ്ങളെ മറക്കാൻ ആ പേഴ്സൺ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട 3 കാരണങ്ങൾ എന്താണ് എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അതായത് ആ പേഴ്സൺ നിങ്ങളെ മറക്കാൻ ശ്രമിക്കുന്നുണ്ടോ, ആ പേഴ്സൺ നിങ്ങളെ മറക്കാൻ ശ്രമിക്കുന്നുണ്ടോ, ഇനി ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട 3 കാരണങ്ങൾ എന്താണ് എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഇവിടെ ലഭിക്കുന്ന മെസ്സേജസ് എല്ലാം ഞാൻ നിങ്ങളോട് പറയാം. ഇതിലെന്താണോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അതുമാത്രം നിങ്ങളെടുക്കാം. റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ, ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിലെ മറ്റ് വീഡിയോസും ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ റീഡിംഗ് കാണുന്ന എല്ലാവർക്കും നന്ദി. റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി പറയാനുണ്ട്. നിങ്ങൾക്ക് പെയ്ഡ് പേഴ്സണൽ റീഡിങ്സിൽ താല്പര്യമുണ്ടെങ്കിൽ, അതിഷ്ടമാണെങ്കിൽ, അതിന് താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതായത് പെയ്ഡ് പേഴ്സണൽ റീഡിങ്സിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഇമെയിൽ ഐ ഡി വഴി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റീഡിങ്ങിലേക്ക് കിടക്കാം. വരും. നിങ്ങളെ മറക്കാൻ ആ പേഴ്സൺ ശ്രമിക്കുന്നുണ്ടോ എന്ന് നോക്കുന്ന സമയത്ത് എനിക്കിവിടെ മനസ്സിലാകുന്നത്, ആ പേഴ്സൺ നിങ്ങളെ മറക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിന് കാരണങ്ങളുമുണ്ട്. എന്താണ് ആ കാരണങ്ങളെന്ന് ഞാൻ പറയാം. പേഴ്സൺ നിങ്ങളെ മറക്കാൻ ശ്രമിക്കുന്നതിന് പ്രധാനമായിട്ടും 3 കാരണങ്ങളാണുള്ളത്. ആ കാരണങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ എനിക്കിവിടെ മനസ്സിലാകുന്നത്, മേ ബി ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷന് മുൻപ്, അതായത് നിങ്ങൾ തമ്മിൽ പിണങ്ങുന്നതിന് മുൻപ്, അതായത് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷന് മുൻപ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടായിരുന്നിരിക്കില്ല. അത് പക്ഷേ ആ പേഴ്സൺ ഇപ്പോഴാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. മുൻപ് ആ പേഴ്സൺ അത് അറിയില്ലായിരുന്നു. നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്ന സമയത്ത് അത് ആ പേഴ്സൺ അറിയില്ലായിരുന്നു. പക്ഷേ എനിക്കിവിടെ മനസ്സിലാകുന്നത്, ആ പേഴ്സൺ അത് മനസ്സിലാക്കി, അതായത് ഒരു ബാലൻസ് ഇല്ല, ഒരു സ്റ്റെബിലിറ്റി ഉണ്ടായിരുന്നില്ല നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ന് ആ പേഴ്സൺ മനസ്സിലാക്കി എന്നുണ്ടെങ്കിൽ പോലും ഇനി അത് കൊണ്ടുവരാൻ സാധിക്കുമെന്ന് ആ പേഴ്സണ് ഉറപ്പ് പറയാൻ സാധിക്കുന്നില്ല. അതായത് ആ പേഴ്സൺ അത് ഉറപ്പ് വരുത്താൻ കഴിയുന്നില്ല. ഇനിയെങ്കിലും ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ സാധിക്കുമെന്ന് ആ പേഴ്സണ് തന്നെ ഒരു ഉറപ്പ് വരുത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇനി ആ പേഴ്സൺ അതിന് ശ്രമിച്ചാലും, അതായത് ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ ശ്രമിച്ചാലും അതിന് നിങ്ങൾ തയ്യാറാവില്ല എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ ഒരു ബാലൻസ് കൊണ്ടുവരണമെന്നോ അല്ലെങ്കിൽ ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരണമെന്നോ ആഗ്രഹമുണ്ടാവില്ല എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരിക്കാം. മേ ബി നിങ്ങൾക്കതിന് ഇനി ആഗ്രഹമുണ്ടെങ്കിൽ പോലും ആ പേഴ്സൺ വിചാരിക്കുന്നത് നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ ഒരു ബാലൻസ് ഇനി കൊണ്ടുവരണം എന്ന് ആഗ്രഹമുണ്ടാവില്ല എന്നാണ് ആ പേഴ്സൺ ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് ആ പേഴ്സൺ നിങ്ങളെ മറക്കാൻ ശ്രമിക്കുന്നത്. അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളെ മറക്കാൻ ശ്രമിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ആദ്യത്തെ കാരണം അതാണ് എന്ന് പറയാം. ഇനി ആ പേഴ്സൺ നിങ്ങളെ മറക്കാൻ ശ്രമിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാരണം എന്താണ് എന്ന് നോക്കുന്ന സമയത്ത് എനിക്കിവിടെ മനസ്സിലാകുന്നത്, മേ ബി ആ പേഴ്സൺ ആഗ്രഹം ഉണ്ടായിരിക്കാം നിങ്ങളോട് വന്ന് സംസാരിക്കാനായിട്ട്. മേ ബി ആ പേഴ്സൺ ആയിരിക്കാം നിങ്ങളോട് പിണങ്ങിയത്. ഇനി ആ പേഴ്സൺ ആണ് നിങ്ങളോട് പിണങ്ങിയതെങ്കിലും, ഇനി ആ പേഴ്സൺ അല്ല നിങ്ങളാണ് ആ പേഴ്സണോട് പിണങ്ങിയതെങ്കിൽ പോലും ആ പേഴ്സൺ ആഗ്രഹമുണ്ട് നിങ്ങളോട് സംസാരിക്കാൻ. പക്ഷേ അതിന് ആ പേഴ്സണ് കഴിയുന്നില്ല. കാരണം അതിനുള്ള ഒരു കോൺഫിഡൻസ് ആ പേഴ്സണ് കിട്ടുന്നില്ല. അതായത് ആത്മവിശ്വാസത്തോടെ നിങ്ങളോടൊന്നും വന്ന് സംസാരിക്കാൻ ആ പേഴ്സണ് സാധിക്കുന്നില്ല. എന്തുകൊണ്ടാണെന്ന് ആ പേഴ്സൺ അറിയില്ല. മേ ബി ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ കാരണം ആ പേഴ്സൺ ഇപ്പോഴും വിഷമിക്കുന്നുണ്ടായിരിക്കാം. ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ പിണക്കം, അത് കാരണം ആ പേഴ്സൺ ഇപ്പോഴും വിഷമിക്കുന്നുണ്ട്. അത് കാരണം തന്നെ ആ പേഴ്സണ് നിങ്ങളോട് സംസാരിക്കാൻ ഒരു കോൺഫിഡൻസ് കിട്ടുന്നില്ല. അതുകൊണ്ട് കൂടിയായിരിക്കാം ആ പേഴ്സൺ നിങ്ങളെ മറക്കാൻ ശ്രമിക്കുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. അതായത് ആ പേഴ്സൺ എന്തായാലും നിങ്ങളോട് സംസാരിക്കാൻ സാധിക്കുന്നില്ല. ഇനി സംസാരിക്കാൻ കഴിയുമോ എന്ന് ആ പേഴ്സൺ അറിയില്ല. അതുകൊണ്ടാണ് ആ പേഴ്സൺ നിങ്ങളെ മറക്കാൻ ശ്രമിക്കുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. മൂന്നാമതായിട്ട് എനിക്കിവിടെ മനസ്സിലാകുന്ന കാര്യം എന്താണ്, പ്രധാനപ്പെട്ട കാരണം, അതായത് ആ പേഴ്സൺ നിങ്ങളെ മറക്കാൻ ശ്രമിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട മൂന്നാമത്തെ കാരണം എന്താണ് എന്ന് നോക്കുന്ന സമയത്ത് എനിക്കിവിടെ മനസ്സിലാകുന്നത്,
മേ ബി ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ തുടങ്ങിയിട്ട്, അതായത് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ തുടങ്ങിയിട്ട് ഒത്തിരി നാളായിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ ആ പേഴ്സണോടും ആ പേഴ്സൺ നിങ്ങളോടും സംസാരിച്ചിട്ട് ഒരുപാട് നാളായിട്ടുണ്ടായിരിക്കാം. അതായത് നിങ്ങൾ രണ്ടുപേരും സംസാരിച്ചിട്ട് ഒത്തിരി നാളായിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ ഇനിയും നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കുമോ ഇല്ലയോ എന്ന് ആ പേഴ്സൺ അറിയില്ല. അതായത് ഒരുപാട് നാളായിട്ടുണ്ട് നിങ്ങളുടെ പിണക്കം തുടങ്ങിയിട്ട്, അല്ലെങ്കിൽ ആ പേഴ്സൺ അങ്ങനെ തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇനി നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കില്ല, നിങ്ങളുടെ പിണക്കം മാറില്ല, അല്ലെങ്കിൽ മാറാനുള്ള സാധ്യത കുറവാണ് എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. ആ പേഴ്സണ് ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കാൻ സാധിക്കുന്നില്ല. ആ പേഴ്സൺ ശ്രമിക്കുന്നുണ്ടെങ്കിലും, ആ പേഴ്സൺ ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിന് ആ പേഴ്സണ് സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ആ പേഴ്സൺ നിങ്ങളെ മറക്കാൻ ശ്രമിക്കുന്നത്. അതായത് നിങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ട് ഒത്തിരി നാളായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയും നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കാൻ സാധ്യതയുണ്ടോ ഇല്ലയോ എന്നൊന്നും ആ പേഴ്സൺ അറിയില്ല. അതുകൊണ്ടാണ് ആ പേഴ്സൺ നിങ്ങളെ മറക്കാൻ ശ്രമിക്കുന്നത്. നിങ്ങളോട് സംസാരിക്കാൻ സാധിക്കാത്തത് കൊണ്ടും ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളായിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടും ആ പേഴ്സൺ നിങ്ങളെ മറക്കാൻ ശ്രമിക്കുന്നുണ്ട്. മേ ബി ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളായിട്ടുണ്ടാവില്ല, പക്ഷേ ആ പേഴ്സൺ അങ്ങനെ തോന്നുന്നുണ്ട്. അതുകൊണ്ട് കൂടിയാണ് ആ പേഴ്സൺ നിങ്ങളെ മറക്കാൻ ശ്രമിക്കുന്നത്. അതായത് ഈ റിലേഷൻഷിപ്പിൽ ഒരു ബാലൻസ് ഇല്ല, അല്ലെങ്കിൽ ഒരു സ്റ്റെബിലിറ്റി ഇല്ല എന്നുള്ളത് കൊണ്ടും അതിന് ഉണ്ടാകുമോ എന്ന് ആ പേഴ്സണ് അറിയാത്തത് കൊണ്ടും നിങ്ങളോട് ആ പേഴ്സണ് സംസാരിക്കാൻ സാധിക്കാത്തത് കൊണ്ടും അതിനൊരു കോൺഫിഡൻസ് ആ പേഴ്സണ് കിട്ടാത്തത് കൊണ്ടും, അതുപോലെ തന്നെ നിങ്ങളുടെ രണ്ടുപേരുടെയും പിണക്കം തുടങ്ങിയിട്ട് ഒത്തിരി നാളായിട്ടുള്ളത് കൊണ്ടും, അല്ലെങ്കിൽ ആ പേഴ്സൺ അങ്ങനെ തോന്നുന്നത് കൊണ്ടുമാണ് ആ പേഴ്സൺ നിങ്ങളെ മറക്കാൻ ശ്രമിക്കുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ റീഡിംഗ് കണ്ട എല്ലാവർക്കും നന്ദി. എല്ലാവരും എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക. ബൈ ബൈ.